വെങ്ങാനി ദേശത്താണ്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് അത്തപ്പൂല അതെന്താണ് ഓണം, അപ്പോൾ ഈ ഓണത്തിന് അത്ത ഇടാൻ വേണ്ടി ഇവിടെ 2 ഏക്കറിൽ ഇവിടെ പൂ കൃഷി ചെയ്യും. ശരി, അപ്പോൾ ബാക്കി നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അതെ അതെ, കണ്ടില്ലേ? അപ്പൊ ഇത്ര അമ്മമാര് ഒരു വലിയൊരു സംഭരമാണ്. അപ്പൊ എല്ലാരും വരിക. അപ്പൊ ശരി, കണ്ടില്ലേ? അപ്പൊ നാളെയാണ് ഇതിന്റെ വിളവെടുപ്പ്, 5-ാം തീയതി. അപ്പൊ എല്ലാവരും നാളെ വന്നു കഴിഞ്ഞാൽ വളരെയധികം പൈസ. കണ്ടില്ലേ, എന്റെ ബാക്കിലുള്ള ഈ 2.5 ഏക്കറിലാണ് ഈ ഒരു തോട്ടം, ഇത്രയും വലിയൊരു ജമീൻ തോട്ടം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനെ ഓരോ കുടിയിലും ഓരോ ചെടിയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പൊ ഇതിപ്പോ എത്ര മാസത്തെ ഇതാണ് ഈ ഒരു പൂവിലേക്ക് വരുന്ന ഈ ഒരു പ്രോസസ് കാലാവധി? നമ്മള് ജൂൺ 20-ാം തീയതി നട്ടു. ജൂൺ 20-ാം തീയതി എല്ലാം നട്ട് തീർന്നില്ല. ഓരോ സെക്ഷനായിട്ട് പതുക്കെ ഇങ്ങനെ നട്ട് വന്ന് എന്തായാലും ഒരു 2 മാസം വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും വരെ വിജയത്തിൽ എത്തിച്ചു. എന്തെങ്കിലും പറ്റിപ്പോയി ആരെ കുറ്റം പറയും? മെമ്പറെ കുറ്റം. മെമ്പറുടെ അന്നേ പറഞ്ഞല്ലേ ഇത് പറ്റൂല ഇത്രയും പേര്, അതങ്ങനെ പറയും. അവര് പറഞ്ഞു മാത്രമാണ് ഇവിടെ ഇതൊക്കെ ചെയ്തത്. പിന്നെ ഹൗസ് ഓണറാണ് നമുക്ക് പാട്ട തന്നത്. അതാണ് മിനി. അപ്പം ഈ മിനി മാമാണ് ഇത്രയും വലിയ ഒരു പൂന്തോട്ടം ചെയ്യേണ്ട വലിയൊരു അവസരം ഈ അമ്മമാരിക്കും. വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവരും ശരിയാക്കിയ സ്വാഗതം. അപ്പൊ ഞാൻ നിൽക്കുന്നത് വെങ്ങാനി ദേശത്താണ്. അപ്പൊ നമ്മൾ ഈ ഓണത്തിന് അത്തപ്പൂല അതെന്താണ് ഓണം, അപ്പൊ ഈ ഓണത്തിന് അത്ത ഇടാൻ വേണ്ടി ഇവിടെ 2 ഏക്കറിൽ ഇവിടെ പൂ കൃഷി ചെയ്യും, ജമീൻ കൃഷിയുണ്ട്. അപ്പൊ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ അകത്ത് കയറുക. അല്ല, അപ്പൊ ഇതിപ്പോ ആരൊക്കെയാണ് ചെയ്യണത്? കണ്ടില്ലേ, ഈയുള്ള അമ്മമാരാണ് ഇത്രയും വലിയൊരു കൃഷി നമ്മളെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലക്ക് നമുക്ക് ഇവിടെ ഓരോരോ കമ്പോളത്തിൽ കിട്ടും. പോലെ ഹോൾസെയിൽ വിലക്ക് പൂ കിട്ടുമല്ലേ? വില കുറച്ച് ഹോൾസെയിൽ വിലക്ക് നമുക്ക് കിട്ടും. ശരി, അപ്പൊ ബാക്കി നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അതെ അതെ, കണ്ടില്ലേ? അപ്പൊ ഇത്ര അമ്മമാര് ഒരു വലിയൊരു സംഭരമാണ്. അപ്പൊ എല്ലാരും വരിക. അപ്പൊ ശരി, കണ്ടില്ലേ? അപ്പൊ നാളെയാണ് ഇതിന്റെ വിളവെടുപ്പ്, 5-ാം തീയതി. അപ്പൊ എല്ലാവരും നാളെ വന്നു കഴിഞ്ഞാൽ വളരെയധികം പൈസ എടുക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വലിയൊരു പൂ കൃഷി. കണ്ടില്ലേ, ഈ ബാക്കി കാണുന്ന അപ്പൊ ഈ പല കൃഷിയായിട്ട് ചെയ്ത ഓരോ സ്ഥലങ്ങളാണ്. പക്ഷെ എല്ലാവരും ഇത് ഇപ്പൊ ഒരു അയൽക്കൂട്ടത്തിന്റെ ഇതിലാണ് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒരു മേഖലയിൽ ആണ് ഇത്. കണ്ടില്ലേ, എന്റെ ബാക്കിലുള്ള ഈ 2.5 ഏക്കറിലാണ് ഈ ഒരു തോട്ടം, ഇത്രയും വലിയൊരു ജമീൻ തോട്ടം ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി ബാക്കിയുള്ള വിവരം നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്. അത് നമ്മൾ മെമ്പറെ എന്താ ഇങ്ങനെ ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ്റെ കൃഷി ഓഫീസറും പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് സംയുക്തമായാണ് ഇത് നടത്തുന്നത്. അപ്പം ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു നമുക്ക് അടുത്തൊരു പുഷ്പകൃഷി എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ പ്രസിഡന്റ് ഓർമ്മിച്ചില്ല, എന്നൊരാഗ്രഹം വന്ന് എന്ന് പറഞ്ഞു. അപ്പം അത് ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ജൂൺ 20-ാം തീയതി ഞങ്ങൾ ഉദ്ഘാടനം നടത്തി. അന്ന് തുടങ്ങിയതാണ്. അന്നിപ്പോൾ പിന്നെ വരെ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെയാണ്. ഓരോ തൊഴിലാളികളെയും എല്ലാവരുടെയും കൂട്ടത്തിൽ 10 തൊഴിലാളികളാണ് ഇന്ന് ഇമ്പോർട്ടൻ്റായിട്ടുള്ളത്. 10 തൊഴിലാളികൾ നടുന്നതിന് വേണ്ടിയൊക്കെ സഹായിച്ചു. പക്ഷേ അന്ന് പിന്നെ വരെ നമ്മൾ ജൈവവളങ്ങളെന്ന് പറയുമ്പോൾ വെറും ജൈവവളം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ ചീഞ്ഞൽ ഓരോ കുടിയിലും ഓരോ ചെടിയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പൊ ഇതിപ്പോ എത്ര മാസത്തെ ഇതാണ് ഈ ഒരു പൂവിലേക്ക് വരുന്ന ഈ ഒരു പ്രോസസ് കാലാവധി? നമ്മള് ജൂൺ 20-ാം തീയതി നട്ടു. ജൂൺ 20-ാം തീയതി എല്ലാം നട്ട് തീർന്നില്ല. ഓരോ സെക്ഷനായിട്ട് പതുക്കെ ഇങ്ങനെ നട്ട് വന്ന് എന്തായാലും ഒരു 2 മാസം വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും വരെ വിജയത്തിൽ എത്തിച്ചു. നാളെയാണ് 5-ാം തീയതിയാണ് നമ്മൾ ഇത്രയും വലിയ ഒരു 9 മണിക്കൊരു ഉദ്ഘാടനം നടത്തി. പൂ എടുക്കൽ നാളെയാണ്. നാളെ രാവിലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് എല്ലാവർക്കും നമ്മൾ സ്വാഗതം കൊടുക്കണം. ഞങ്ങൾ പാസ് വയ്ക്കാൻ പറഞ്ഞു, പാസ് വെച്ചിട്ടില്ല. കാരണം ഇതിന് ക്യാഷ് ഒരുപാടായിട്ടുണ്ട്. തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വിളവിന് എത്ര പൈസ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നഷ്ടമായിരിക്കാം. പക്ഷേ എങ്കിലും എൻ്റെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു നിറക്കൂട്ടായി
മാറാൻ അതെ, വേണ്ടിയാണ് ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഏറ്റെടുത്തത്. ആദ്യമായിട്ട് ഇത്ര ചെയ്തു. അപ്പൊ എന്തായാലും ഇതിപ്പം ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ട്, പാടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം നാട്ടില് ഇത്രയും വലിയൊരു പാടം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ആ സന്തോഷമാണ്. അല്ലെ പൈസയോ മുതൽ മുടക്കോ അല്ല പ്രശ്നമല്ല. ഇത്രയും സന്തോഷത്തോടെ ഇത്രയും ആളുകൾ വന്ന് കണ്ട് എല്ലാ ദിവസവും കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നാളെ ഇത് എടുക്കുന്ന ഈ പൂവൊക്കെ എങ്ങനെയാണ്? നാളെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാല് 2-4 ആവശ്യക്കാർ നാളെ പറഞ്ഞിട്ടുണ്ട്. അത്തത്തിന് ആദ്യത്തെ ദിവസവും 2-3 ദിവസമൊക്കെ ഒന്നും ലേശം പോയി ഇടും. പിന്നെ അങ്ങോട്ട് വരുമ്പോഴാണ് ഇപ്പം 100 കിലോ കേട്ടിട്ടുണ്ട്, 200 കിലോ പൂ വേണം, 500 വേണം, എല്ലാവരും കേട്ട് വെച്ചിട്ടുണ്ട്. നാളെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു 10, 15, 20 കിലോ കൊടുക്കാവുന്നവർ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് ബാക്കിയുള്ള ഈ മാർക്കറ്റ് ഉള്ളേക്കാളും വില കുറച്ച് വില കുറച്ചാണ് വില കുറച്ച്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പൂ കമ്പോളം മാർക്കറ്റ് ചെയ്യുന്നത്, അതായത് അതിനേക്കാളും വില കുറച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഇവിടെ തന്നെ വന്ന് മേടിക്കാൻ നോക്കുക. നമ്മളെ കേരളീയരായ ആളുകൾക്ക് ഓണം കൊണ്ടാടാൻ അതെ, നമ്മളെ കേരളത്തിന്റെ ഉത്സവമല്ലേ. അപ്പൊ അത് നമ്മളെ സ്വന്തം പൂ വെച്ച് നമുക്ക് ഇതിലൊരു മായമോ വളമോ വേറെ ഒന്നും ചേർക്കാത്ത. അല്ല, അതിപ്പോ നമുക്ക് കണ്ടറിയാം. അതേ കണ്ടില്ലേ, ഇത് നമ്മളെ നാടൻ പൂവാണ്. ഇപ്പൊ നമ്മളല്ലാതെ നമുക്ക് വേണമെങ്കിൽ തോവളയൊക്കെ നമുക്ക് കണ്ടറിയാം. പെട്ടെന്ന് ചിലപ്പോ പൂവിന് വേണ്ടി അവർ ചെയ്യുന്ന ഓരോരോ യാതൊരു നല്ല കാര്യം ചെയ്താൽ കുറ്റം പറഞ്ഞ പേരെയാണ്. 50 തൊഴിലാളി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 100 തൊഴിലാളി ഉണ്ടെങ്കിലും അതെ അതെ അതെ. അല്ല, അത് മാത്രമല്ല, ഇതിലിപ്പോ എന്തെങ്കിലും പറ്റിപ്പോയി ആരെ കുറ്റം പറയും? മെമ്പറെ കുറ്റം. മെമ്പറുടെ അന്നേ പറഞ്ഞല്ലേ ഇത് പറ്റൂല ഇത്രയും പേര്, അതങ്ങനെ പറയും. അവര് പറഞ്ഞു മെമ്പർ ഇവിടെ നിന്ന് അധ്വാനിക്കിട്ട്, പിന്നെ മെമ്പർ അവരൊക്കെ ചായ എടുക്കുമ്പോൾ ഞാൻ പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഞാൻ അങ്ങനെ കുടിക്കില്ല. അപ്പോഴവര് പറയും മെമ്പർ എന്തിനൊന്ന് ഏറ്റെടുത്ത് ഇത് ചെയ്യിച്ചത് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ അവര് പറഞ്ഞു മെമ്പർ സാധാരണ കാര്യമല്ല. അല്ല, അതൊക്കെ നമ്മൾ വാക്കല്ല ചെയ്ത് കാണിച്ചു. ഇനി അടുത്ത് നമ്മളെ മെമ്പറിന്റെ കൂടെ ഈ ഒരു മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്ത ആ ഒരു ചേട്ടന്മാര് നമുക്ക് കാണാം. ഇനിയും ഇതേപോലെയുള്ള ഓരോരോ പുറത്ത് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും എല്ലാവിധത്തെ വിജയാശംസ നേരുന്നു. അങ്ങനെ 2 മാസത്തെ ആ ഒരു കഷ്ടപ്പാടിന് ശേഷം ഈ അമ്മമാരും ഈ അച്ഛന്മാരും എല്ലാവരും ബുദ്ധിമുട്ടി ആ ഒരു ഫലം ഇന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലേ മെമ്പറെ? അതെ. അപ്പൊ എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തതിന്റെ ഫലം എന്താ ഈ കാണുന്ന പാടത്തിൽ ഓരോ പൂക്കളിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുണ്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടിയില്ലേ? അതെ അതെ. അല്ല, അത് നിങ്ങൾ പറയാതെ അല്ല. പിന്നെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്ക് മെമ്പറുടെ കാര്യം. മെമ്പറാണ് മെയിനായിട്ട് നിന്ന് ഓരോ കാര്യങ്ങള് ഇല്ല അത് ബുദ്ധിമുട്ടുണ്ട്. ദൈവം നമുക്ക് അതെ അതെ. ഇത് നാളെയാണ് ഈ ബാക്കിൽ കാണുന്ന ഇത്രയും വലിയൊരു പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ മെമ്പറെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. എങ്ങനെയാണ് നാളത്തെ ഒരു ഇന്നേ സന്തോഷത്തിലാണ്. നാളെ ഞങ്ങള് ഇതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ചിത്ര ലേഖ, വാർഡ് മെമ്പർ പ്രമീള, ഇതാണ് നാളത്തെ ഇതിൻ്റെ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ. പക്ഷേ ഇതിലെല്ലാത്തിലും ഇനിയും ഞങ്ങൾക്ക് തൊഴിലാളികളുണ്ട്. അവരപ്പുറത്തെ ഗ്രൗണ്ട് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അവരും കൂടെ നാളെ വരും ഉദ്ഘാടനത്തിന്. അപ്പം ഞങ്ങൾ 46 പേരാണ് തൊഴിലാളികൾ. പക്ഷേ എങ്കിലും ഈ എല്ലാ പേരും ഉണ്ടെങ്കിലും കുറച്ച് പേര് അങ്ങ് വിട്ടിട്ട് ബാക്കി 12 പേര് മാത്രമാണ് ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഹൗസ് ഓണറാണ് നമുക്ക് പാട്ടപ്പിച്ചിട്ട് തന്നത്. പറയാതിരിക്കാൻ ഈ മിനി മാമാണ് ഇത്രയും വലിയ ഒരു പൂന്തോട്ടം ചെയ്യേണ്ട വലിയൊരു അവസരം ഈ അമ്മമാരിക്കും. പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, വെള്ളത്തിന് ലേശം ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവരെ മോട്ടർ അടിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നു വെള്ളം. പക്ഷേ മഴയും കൂടെ വന്നപ്പോഴേ അവർക്ക് ഈ മഴ കൂടി വന്നപ്പോ എന്തെങ്കിലും മഴ വന്നപ്പോഴല്ല മറിഞ്ഞത്, കാറ്റടിച്ച് വന്നപ്പോൾ പിന്നെ അതെല്ലാം കെട്ടി വെക്കേണ്ടി വന്നു. ഭയങ്കര പാടുപെട്ടു. പക്ഷെ എന്തായിരുന്നാലും ഇത് വളരെ ഒരു വൻ വിജയം തന്നെയാണ് പറയാം. അപ്പോഴും നമുക്കും ഹൗസ് ഓണർക്കും പഞ്ചായത്തും കൃഷിഭവനും തൊഴിലുറപ്പ് പിന്നെ സംയുക്തമായി നടക്കുന്ന എല്ലാ തൊഴിലാളികളും എല്ലാവർക്കും എന്ത് പറയും ഓണ അവസരത്തിൽ ആശംസ. അപ്പം ഇനിയും ഇതേപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ഈ അമ്മമാരിക്കും ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.